പാലക്കാടിനു പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പെട്ടി വിവാദം. ഇന്നലെ രാത്രിയാണ് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും വാഹനം തടഞ്ഞ് പരിശോധിച്ചത്. പതിവ് പരിശോധനയാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് വടപുറത്ത് വെച്ച് തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, യൂത്ത് ലീഗ് നേതാക്കളായ PK ഫിറോസ്, TP അഷറഫ് അലി എന്നിവർ സഞ്ചരിച്ച വാഹനം തടഞ്ഞാണ് പരിശോധന നടത്തിയത്. പെട്ടിയിൽ നിന്നും ഒന്നും കിട്ടിയില്ലെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നതായും വീഡിയോയിൽ കാണാം. വല്ല പൈസയോ കള്ളപ്പണോ നീലപ്പെട്ടിയോ അല്ല അതല്ല, എന്തെങ്കിലും പൈസ കിട്ടിയോ ചോദിക്കുക. നീലപ്പണോ പൈസയോ പെട്ടി എന്തെങ്കിലും കിട്ടിയോ? ഇല്ലല്ലേ, നീലപ്പെട്ടിയൊന്നും കിട്ടിയില്ലല്ലോ. ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കയർക്കുന്ന വീഡിയോയും പുറത്തു വന്നു. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ടൽ, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ടൽ പണി എടുക്കണമെങ്കിൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരില്ല. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം. സ്വാഭാവിക പരിശോധനയാണ് നടന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ വാഹനവും പരിശോധിക്കും, പ്രതികളുടെ വാഹനവും പരിശോധിക്കും. നമ്മൾ റൂട്ടീൻ പ്രോസസ്സ് ചെയ്യണം, ചെയ്യാതെ വിടാൻ പാടില്ല. ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യാനില്ലെന്ന് LDF UDF നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും പെട്ടി പരിശോധനാ വിവാദം സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. സാജിദ് അജ്മൽ, മീഡിയ 1, നിലമ്പൂർ.